ഇവിടെ ജനാധിപത്യം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പരമകാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുന്ന വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ജനാധിപത്യത്തിന്റെ പരാജയത്തിന് അല്ലെങ്കിൽ പരിഹാസ്യമായ അതിന്റെ ഇന്നത്തെ മുഖപ്രകൃതത്തിന് കാരണം ജനസഞ്ചയത്തിന്റെ പ്രതികരണശേഷിയുടെ നിരാസമാണ്. മറ്റൊന്ന്, ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ 635 ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് 2 രാഷ്ട്രീയ കക്ഷികളേ ഉള്ളൂ എന്നാണ്. ഒന്ന്, അധികാരത്തിൽ കയറിയിരുന്ന് അധികാരം കൊണ്ടു നടക്കുന്ന കക്ഷി. 2, അധികാരത്തിൽ കയറാൻ കഴിയാതെ പുറത്തുനിന്ന് അധികാരോന്മുഖമായി പ്രവർത്തിക്കുന്ന കക്ഷികൾ. കയറിയിരിക്കുന്നവൻ ഏത് തരത്തിലുള്ള മാർഗം ഉപയോഗിച്ചും തനിക്ക് കൈവന്ന അധികാരത്തെ സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കുന്നു. അതിന് സഹായകമാകുന്ന സകലതും അവരുടെ ധർമ്മമാണ്. പുറത്തിരിക്കുന്നവൻ ഏത് മാർഗം ഉപയോഗിച്ചും അധികാരത്തിൽ കയറാനുള്ള ശ്രമം. ഈ 2 സംസ്കൃതിയല്ലാതെ രാഷ്ട്രീയ രംഗത്ത് മൂന്നാമതൊരു സംസ്കൃതി പരിചയപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. ഇവിടെ ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് ആദർശത്തിൽ അവലംബിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കാലം. മൂല്യങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ, ആദർശ പ്രേമം, ഇതൊക്കെ പൂത്തുലഞ്ഞു നിന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. നാം ആദർശങ്ങളിൽ നിന്നെല്ലാം അകന്നകന്നകന്ന് ഇന്നിവിടെ എത്തിയപ്പോ ഇത്തരത്തിലുള്ള ആദർശ വ്യഭിചരണത്തിന്റെ, ആദർശ ഭ്രംശത്തിന്റെ ഒരു കുഴിക്കളരിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കുറ്റവാളികൾ ഇവിടെ കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് രാഷ്ട്രീയം ക്രിമിനലൈസ് ചെയ്യപ്പെടുന്നത് എന്ന് നാം ഒന്ന് അന്വേഷിക്കുമ്പോൾ എന്റെ വിനീതമായ സമർപ്പണം ഇതാണ്. ഇത് വളരെ പ്രമുഖമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കുറ്റം ചെയ്താൽ ശിക്ഷിക്കാൻ വ്യവസ്ഥകളുണ്ട്. പക്ഷേ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്ന സമ്പ്രദായം നാം കൈമോശം വരുത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിലെ ഈ ധാർമ്മിക ച്യുതിയെ നേരിടുവാൻ നാം ശക്തരാവണം, പ്രാപ്തരാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അത്തരമൊരു പ്രഭാതത്തിന് വേണ്ടി ഹവിസ്സുകളെ പോലെ അർപ്പിക്കുക. ഞാൻ ഈ സെമിനാർ താത്പര്യപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുകയും സ്വന്തമായ ഒരു ഭരണഘടന രൂപപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന ആദർശവാക്യങ്ങൾ നമ്മൾ ഉയരങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നു. ആ ആദർശവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ മുന്നോട്ട് നയിച്ചിരുന്നവർ അന്ന് പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തേജോഗോളങ്ങളായിരുന്നു നമ്മുടെ നേതാക്കളെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളുടെ അവസ്ഥ എന്താണ് എന്ന് ശാന്തമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിലവിലെ പാർലമെന്റ് അംഗങ്ങളിൽ 40 പേർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. അതുപോലെ ഇന്ത്യയിൽ മൊത്തമുള്ള 4072 നിയമസഭാ സാമാജികന്മാരിൽ 700 പേർ കുറ്റവാളികളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 13,952 സ്ഥാനാർത്ഥികളിൽ 1500 പേർ ക്രിമിനലുകളായിരുന്നു. നിയമം നിർമ്മിക്കുന്നവരും പരിഷ്കരിക്കുന്നവരും ലംഘിക്കുന്നവരുമെല്ലാം ഒരു കൂട്ടരായതുകൊണ്ട് മൂല്യബോധം വ്യക്തികളെ തൊട്ടു തീണ്ടാത്തിടത്തോളം കാലം ഏത് നിയമമുണ്ടാക്കിയാലും അത് അനർത്ഥമായി തീരുകയേ ഉള്ളൂ. നിയമങ്ങൾ ഫലപ്രാപ്തി കൈവരിക്കണമെങ്കിൽ സദാചാര ധാർമ്മിക വിദ്യാഭ്യാസം രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയിലെ മുഖ്യ ഇനമായി മാറണം. നേതൃപദവിയും ഉന്നത സ്ഥാനങ്ങളും മാന്യന്മാർക്ക് മാത്രം പ്രാപ്യമാവുന്ന അവസ്ഥ സംജാതമാവണം. ഗുണ്ടകളെ വിളയിച്ചെടുക്കുന്നതിന് പകരം പച്ച മനുഷ്യരായ അണികളെ വളർത്തിയെടുക്കാനാവണം രാഷ്ട്രീയ കക്ഷികളുടെ മത്സരം. ഈ ജമാഅത്ത് ഇസ്ലാമി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന മൂല്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊടുക്കുന്ന എല്ലാ ശ്രമങ്ങളും ഈ രാജ്യത്തെ നിങ്ങൾ കൗതുകപൂർവ്വം നോക്കിക്കാണുകയാണ്. ആ പ്രവർത്തനവുമായി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മൂല്യവൽക്കരണ പ്രക്രിയയുടെ വക്താക്കളാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും മാറി നിൽക്കുന്ന ആളുകൾക്ക് പോലും ആവേശം ഉളവാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. 40ഓളം അറിയപ്പെടുന്ന ക്രിമിനലുകൾ ലോക്സഭയിൽ അംഗങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്ന് വരുമ്പോൾ സ്പീക്കറേക്കാൾ ഏറെ ആ ലോക്സഭയിൽ അംഗമായി തിരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല എന്നെപ്പോലുള്ള ആളുകൾ തികഞ്ഞ ദുഃഖത്തോടുകൂടി അതിലേറെ കഥനഭാരത്തോടുകൂടിയാണ് ആ വസ്തുതയെ നോക്കിക്കാണുന്നത്. എനിക്ക് ദുഃഖം തോന്നിപ്പോയി നാട്ടുകാരെ എന്ന് ഞാൻ നിങ്ങളോട് പറയാ, കരയാ. ഞാൻ കണ്ണീരോടുകൂടിയാണ് അത് കണ്ടത് എന്ന് പറയുക. ആ കണ്ണീരിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ആ ദുഃഖത്തിന് എന്തെങ്കിലും മൂല്യമുണ്ട്.